സ്നേഹമാണോ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. പരിശുദ്ധ ഖുർആനിന്റെ ഏത് ഭാഗം നിവർത്തി വായിച്ചാലും, ഏത് ഭാഗം എടുത്തു നോക്കിയാലും, നമ്മൾ അങ്ങേയറ്റത്തെ പിരിമുറുക്കത്തോടു കൂടി ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ വിളിച്ചു ചോദിക്കാൻ ഉസ്താദന്മാരൊന്നും ഇല്ലെങ്കിൽ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കും. പടച്ചവന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കുറച്ച് സമയം കരയും. ആ കണ്ണുനീര് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് അവനോട് ദുആ ചെയ്യും. എൻ്റെ ഈ പ്രശ്നങ്ങളിൽ എനിക്ക് നീ മാർഗദർശനം നൽകണേ എന്ന് അല്ലാഹുവിനോട് പറയും. അത് കഴിഞ്ഞിട്ട് ആരും കാണാതെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു നീക്കി പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ നിവർത്തിയിട്ട് ഒന്ന് ഓതും. പ്രിയപ്പെട്ടവരെ, ആ ഓതലിൽ നമുക്ക് കൃത്യമായ മാർഗദർശനം അല്ലാഹു തരും. സംശയമൊന്നും വേണ്ട. ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുള്ളത്, ഖുർആൻ അങ്ങനെ ഓതാൻ പഠിക്കണം, അങ്ങനെ ഓതാൻ പഠിക്കണം, അങ്ങനെ മനസ്സിലാക്കണം. ഖുർആൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ്, വെറുതെ പാരായണം ചെയ്യാനുള്ളതല്ല, വെറുതെ പാടാനുള്ളതല്ല. ഈ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കണം. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അവരുകളെ പോലെ, ഇമാം ഷാഫി റഹിമഹുല്ലാ അവരുകളെ പോലെയുള്ള മഹാത്മാക്കളോട് എന്തെങ്കിലും ഒരു വിഷയത്തിൽ മസല ചോദിച്ചാൽ ആ മസലയ്ക്ക് മറുപടി പറയാൻ അവർക്ക് പെട്ടെന്ന് സാധിക്കുമെങ്കിൽ പറയും, അല്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് വാ, ഞാൻ നോക്കി പറയാമെന്ന് പറയും. എവിടെയാണ് നോക്കുന്നത്? ഇന്ന് നമ്മൾ നമ്മുടെ കൈകളിലുള്ള മൊബൈലിന്റെ കീ ബട്ടണുകളെ ആശ്രയിച്ചുകൊണ്ട് വിരൽത്തുമ്പുകളിലൂടെ എന്തെങ്കിലുമൊക്കെ വിപ്ലവം സൃഷ്ടിക്കുന്നത് പോലെ ആയിരുന്നില്ല അവർ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതും. ചില മസലകളിൽ ഇമാം ഷാഫി റഹിമഹുല്ലാ അവരുകളെ കുറിച്ച് ഉദ്ധരിക്കപ്പെടാറുണ്ട്, ചില മസലകളിൽ ഞാൻ ഒരാവർത്തി ഓതി, എനിക്ക് മറുപടി കിട്ടിയില്ല, 2 ആവർത്തി ഓതി, മറുപടി കിട്ടിയില്ല, 3, 4, 5 പ്രാവശ്യം ഞാൻ ഈ ഗ്രന്ഥം പാരായണം ചെയ്ത് അവസാനിക്കുമ്പോഴേക്കും എൻ്റെ റബ്ബ് പരിശുദ്ധ ഖുർആനിലൂടെ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. ഇത് കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. ഇത് അള്ളാഹുവിന്റെ കലാമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥവരികളാണിത്.